നമസ്കാരം. സാരംഗി ന്യൂസിലേക്ക് സ്വാഗതം. തുടർച്ചയായ 10 വർഷത്തെ ഭരണം പൂർത്തിയാക്കി പിണറായി വിജയൻ സർക്കാർ പടിയിറങ്ങിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട വലിയൊരു ജനവിഭാഗം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ദളിത്, ആദിവാസി, പിന്നോക്ക ജനങ്ങളുടെ ക്ഷേമത്തിനായി ഈ 10 വർഷം കൊണ്ട് എന്തു നേടി? വികസനത്തിൻ്റെ പെരുമ്പറ മുഴക്കുന്ന ഇടത് സർക്കാർ ഇവർക്കായി മാറ്റിവെച്ച കോടികളുടെ ഫണ്ടുകൾ എവിടെ പോയി? കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണം പരിശോധിച്ചാൽ പിന്നോക്ക, ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കാതെ ലാപ്സാക്കി കളഞ്ഞു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച ഭീമമായ ഫണ്ടുകൾ പോലും കൃത്യമായ ചെലവഴിക്കാതെ ട്രഷറി നിയന്ത്രണങ്ങളുടെ പേരിൽ ലാപ്സാക്കുകയോ മറ്റു ആവശ്യങ്ങൾക്കായി വകമാറ്റുകയോ ചെയ്തു. ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി അനുവദിച്ച തുകയുടെ വലിയൊരു ശതമാനം ഇനിയും വിനിയോഗിക്കപ്പെട്ടിട്ടില്ല. വികസനത്തിൻ്റെ പേരിൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും 10,000-കണക്കിന് കുടുംബങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി കേഴുകയാണ്. ഇവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ അവകാശങ്ങൾക്കായി നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ, നിങ്ങൾ സംഘടിച്ചില്ലെങ്കിൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എന്നും നിങ്ങൾ തടയപ്പെടും. പ്രിയപ്പെട്ട ദളിത്, ആദിവാസി സഹോദരങ്ങളെ, രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്കുകളായി മാത്രം തുടരണോ? നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി സംഘടിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വരും കാലങ്ങളിലും രാഷ്ട്രീയ അടിമകളായി അവഗണനയുടെ നിഴലിൽ മാത്രം ജീവിക്കേണ്ടി വരും എന്ന സത്യം തിരിച്ചറിയുക. അധികാരം എന്നത് നിങ്ങളുടെ അവകാശമാണ്. അതിനായി ശബ്ദമുയർത്തുവാൻ ഓരോരുത്തരും തയ്യാറാവണം. വിപ്ലവവും സമത്വവും പ്രസംഗിക്കുന്ന ഭരണകൂടത്തിൻ്റെ മുന്നിൽ ഇനിയും മൗനികളാവാതെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. സാരംഗി ന്യൂസിനു വേണ്ടി ജയകുമാർ.